ഈ 10 ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില ശീലങ്ങളുണ്ട്. അപ്പം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആചാര്യ ചാണക്യൻ പറഞ്ഞ പരാജയത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്തൊക്കെയാണോ എന്ന് നോക്കിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം വിജയമൊരു സ്വപ്നം മാത്രമായി ഒതുങ്ങിപ്പോകുന്നത്? അതിന്റെ ഉത്തരം ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിടത്തായിരിക്കും. നമ്മുടെയെല്ലാം ദൈനംദിന ശീലങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഞെട്ടൽ തോന്നാം, അല്ലേ? ചാണക്യന്റെ വളരെ ശക്തമായ ഒരു വാക്കാണിത്. ഈ 10 ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഈ പറയുന്ന ലക്ഷണങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടവയല്ല. നമ്മുടെ ഭാവിയെ തന്നെ തകർക്കാൻ ശക്തിയുള്ളവയാണ് ഇവ ഓരോന്നും. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ പ്രവൃത്തികളിൽ, അതായത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം അവസാനം ഫലം തരുന്നത് നമ്മുടെ പ്രവൃത്തികളാണല്ലോ. ഒന്നാമത്തെ ലക്ഷണം, ഒരുപക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പരിചയമുള്ള ഒന്നായിരിക്കും ഇത്: നീട്ടിവെക്കൽ. ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നു പറഞ്ഞ് മാറ്റിവെക്കുന്ന ആ ഒരു ശീലം. ആ നാളെ ഉണ്ടല്ലോ, അത് പരാജയത്തിന്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ്. ഇതിന്റെ ഇന്നത്തെ കാലത്തെ ഏറ്റവും നല്ല ഉദാഹരണം ഏതാണെന്നറിയാമോ? നമ്മളൊരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനോ പഠിക്കാനോ ഇരിക്കും. അപ്പോൾ വെറുതെ ഫോൺ എടുത്തൊന്ന് നോക്കും. പിന്നെ റീൽസും ഷോർട്സുമൊക്കെ കണ്ട് മണിക്കൂറുകൾ പോയതറിയില്ല. ഓർക്കുക, ഓരോ തവണ നമ്മളൊരു കാര്യം നീട്ടിവെക്കുമ്പോഴും നമ്മൾ നീട്ടിവെക്കുന്നത് നമ്മുടെ വിജയത്തെ തന്നെയാണ്. ഇനി രണ്ടാമത്തത്, അമിതമായ ഉറക്കം. പെട്ടെന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ശരീരത്തിന് നല്ല ഉറക്കം അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ ചാണക്യൻ പറയുന്നത് അതല്ല. ഒരു കാരണവുമില്ലാതെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു വഴിയായി ഉറക്കത്തെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. ഒന്ന് ഓർത്തു നോക്കൂ. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ദിവസവും 8-9 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നത് നമ്മുടെ എത്ര വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. വിജയിച്ച ആളുകളുടെ എല്ലാം ജീവിതം നോക്കിയാൽ ഒരു കാര്യം കാണാം: അവർ സമയത്തെ വളരെ നന്നായി ഉപയോഗിച്ചവരാണ്. അപ്പോൾ അമിതമായ ഉറക്കം ആ സമയത്തെ നമ്മളിൽ നിന്ന് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലക്ഷണം അച്ചടക്കമില്ലായ്മയാണ്. എന്താണ് ശരിക്കും ഈ അച്ചടക്കം? നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ അവിടേക്കെത്താൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചില നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ലക്ഷ്യം വെറുതെ ഒരു സ്വപ്നമായിട്ട് അവിടെ കിടക്കുകയുള്ളൂ. ഇത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനുവരി 1-ാം തീയതി നമ്മൾ തീരുമാനിക്കും, ഇനി എല്ലാ ദിവസവും ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കും. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ല ആവേശമായിരിക്കും. പിന്നെ പതിയെ പതിയെ അത് കുറയും. അവസാനം നമ്മളത് പാതി വഴിയിൽ ഉപേക്ഷിക്കും. ഇവിടെയാണ് അച്ചടക്കം വരുന്നത്. ആവേശമില്ലാത്ത ദിവസങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനെയാണ് യഥാർത്ഥ അച്ചടക്കം എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ നാലാമത്തെയും അവസാനത്തെയും ലക്ഷണം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക എന്നതാണ്. അതായത്, സ്വന്തം ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി നിന്ന് മറ്റൊരാൾ ഓടിക്കാൻ സമ്മതിക്കുന്നത് പോലെയാണിത്. നോക്കൂ, നമ്മുടെ പരാജയത്തിന് കാരണം മറ്റൊരാളാണ്, അല്ലെങ്കിൽ സാഹചര്യം ശരിയായില്ല എന്ന് പഴിചാരുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് സ്വയം ചോദിച്ച് അത് അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വളർച്ചയുണ്ടാവുന്നത്. എപ്പോഴാണോ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, അപ്പോൾ മുതലാണ് കാര്യങ്ങൾ മാറ്റാനുള്ള ശക്തിയും നമുക്ക് കിട്ടുന്നത്. ശരി, അപ്പം പ്രവൃത്തിയിലെ പിഴവുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം: ചിന്തയിലെ അപകടങ്ങൾ. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും തുടങ്ങുന്നത് ഒരു ചിന്തയിൽ നിന്നാണല്ലോ. അപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഞ്ചാമത്തെ ലക്ഷണം ഇതാണ്: മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത്. ഇതിന്റെ അർത്ഥം ആരെയും വിശ്വസിക്കരുതെന്നല്ല കേട്ടോ, മറിച്ച് കേൾക്കുന്നതെന്തും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ്. സ്വന്തമായി ഒന്നു ചിന്തിച്ചു നോക്കാനുള്ളൊരു കഴിവില്ലായ്മയാണിത്. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്തു വരുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന എന്തെങ്കിലും വാർത്ത, അതെല്ലാം അതേപടി വിശ്വസിക്കുന്നത് എത്ര അപകടകരമാണെന്ന് ഒന്നോർത്തു നോക്കൂ. അതുകൊണ്ട് എന്ത് കിട്ടിയാലും അതിന്റെ സത്യാവസ്ഥ സ്വയം ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ശീലം നമ്മൾ വളർത്തിയെടുക്കണം.
അടുത്ത ലക്ഷണം അനാവശ്യ തർക്കങ്ങളാണ്. അതായത് ഒരു കാര്യവുമില്ലാത്ത വിഷയങ്ങളിൽ വെറുതെ വാശിക്ക് തർക്കിച്ച് ജയിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വിലപ്പെട്ട ഊർജവും മനസ്സമാധാനവും കളയാനേ ഉപകരിക്കൂ. ഇതിനേറ്റവും നല്ല ഉദാഹരണം സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകളാണ്. നമ്മൾക്കൊരു പരിചയവുമില്ലാത്ത ഒരാളുമായി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ മണിക്കൂറുകളോളം തർക്കിച്ചിരുന്നിട്ട് അവസാനം നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. പകരം നമ്മുടെ സമയവും സമാധാനവും നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി 7ാമത്തെ ലക്ഷണം, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താൽപ്പര്യം ഇല്ലാതാവുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പഠനമാണ്. എപ്പോൾ പഠനം നിർത്തുന്നോ അപ്പോൾ നമ്മുടെ വളർച്ചയും നിൽക്കും. എനിക്കിതൊക്കെ അറിയാം എന്നൊരു ചിന്ത മനസ്സിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ തീർന്നു. അത് നമ്മുടെ വളർച്ചയുടെ വാതിലടയ്ക്കുന്നതിന് തുല്യമാണ്. ഈ ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ ഇരിക്കുന്നവർക്കേ മുന്നോട്ടു പോകാൻ കഴിയൂ. ചിന്തകളിലെ അപകടങ്ങളിൽ അവസാനത്തേതാണ് നിഷേധാത്മക ചിന്തകൾ, അതായത് നെഗറ്റീവ് തിങ്കിങ്. എന്ത് കാര്യത്തെക്കുറിച്ചും മോശമായി മാത്രം ചിന്തിക്കുന്ന ഒരു രീതി. നമ്മുടെ തലയ്ക്കകത്ത് നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് അവസാനം നമ്മുടെ ജീവിതമായി മാറുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ "ശിടാ, എന്നെക്കൊണ്ടിത് പറ്റില്ല, അല്ലെങ്കിൽ ഇതെന്തായാലും ശരിയാവില്ല" എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെങ്ങനെയാണത് വിജയിക്കുക? പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്താരമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ചിന്തകളാണ്. അപ്പോൾ ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ മുൻഗണനകളിലെ പാളിച്ചകൾ. ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കുന്നത്. ആ മുൻഗണനകൾ തെറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 9ാമത്തെ ലക്ഷണം, പണത്തിന് മാത്രം അമിതമായി പ്രാധാന്യം നൽകുന്നതാണ്. വീണ്ടും പണം വേണ്ട എന്നല്ല ഇതിനർത്ഥം. പക്ഷെ ജീവിതത്തിന്റെ ഒരേയൊരു ലക്ഷ്യം പണം സമ്പാദിച്ചാൽ മാത്രമാകുമ്പോഴാണ് പ്രശ്നം. ശരിയായ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, മൂല്യം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ പണം അതിന്റെ ഒരു ഫലമായി നമ്മളെ തേടി വന്നോളും. ഇനി 10ാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം ആരോഗ്യത്തെ അവഗണിക്കുന്നത്. ഇതാണ് ശരിക്കും എല്ലാത്തിന്റെയും അടിസ്ഥാനം. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്തു നേടാനും അത് ആസ്വദിക്കാനും കഴിയൂ. ശാരീരികമായും മാനസികമായും ആരോഗ്യമില്ലെങ്കിൽ പിന്നെ കോടികൾ സമ്പാദിച്ചിട്ടെന്തു കാര്യം? ഓർക്കുക, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എപ്പോഴും നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പോൾ ഈ 10 ലക്ഷണങ്ങളും നമ്മൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ ഒരു നിമിഷം ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ യാത്രയെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല, മറിച്ച് നമുക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഇതിനെ കാണാം.